രാഗിൻ, പ്രതികൂല കാലാവസ്ഥ ഈ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ടോ? അതായത് ദൃശ്യങ്ങളിൽ നമുക്ക് നല്ല മഞ്ഞ് കാണാനാവുന്നുണ്ട്, അതുപോലെ തന്നെ തണുപ്പും ഉണ്ടോ? പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തെരച്ചിലിനെ സ്വാഭാവികമായിട്ടും ബാധിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള മൂടൽമഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ മഴ ശക്തമാകുന്നുണ്ട്. മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ നീരൊഴുക്ക് കാണാം. ആ ഒഴുക്കൊക്കെ കൂടുതൽ ശക്തമാകുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഈ തെരച്ചിലിനെ അടക്കം അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലൂടെ, ഒരു ദുഷ്കരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഗോകുലെ, ഇപ്പോൾ ഇവിടെ ഒരുപാട് ഈ മേഖലയിലേക്ക് പുഴ ഒഴുകിയെത്തേണ്ടതല്ല, പക്ഷേ പുഴ ഇങ്ങോട്ട് ഒഴുകിയെത്തി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇതിനടിയിൽപ്പെട്ടു പോയിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ തോന്നുന്നു ആ വീട്ടിലാണ് പ്രധാനമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോഴും ഇവിടുന്ന് നോക്കുമ്പോഴും മനസ്സിലാവുന്നത്. അവിടേക്ക് അങ്ങോട്ടും കുറെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കിയത്. അങ്ങോട്ടൊരു വഴിയുണ്ട്. അവിടെ എത്രമാത്രം നാശനഷ്ടങ്ങളുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അവിടെ നോക്കുമ്പോൾ അങ്ങോട്ടും കുറെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും വലിയൊരു ഇപ്പോഴും ഇങ്ങോട്ട് എത്തുന്നതിന്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. കാരണം വഴി നിറച്ച് കല്ലും അതോടൊപ്പം തന്നെ കമ്പികളും ഒക്കെ നമുക്ക് കാല് പോലും എടുത്തു വയ്ക്കി നമ്മൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വേണം എന്നുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രധാനമായിട്ടും അവിടെ ഒരു വീടിന്റെ മേൽക്കൂര അത് പൊളിച്ച് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകരും ആ സ്ഥലമാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു. അവിടെ വരുന്ന വഴിയിൽ ഏകദേശം ഒരു 60 വീടുകളോളം ഒരുമിച്ച് പോയ ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അത്രമാത്രം മോശമായ സ്ഥലങ്ങൾ പല മേഖലയിലുമുണ്ട്. അവിടേക്ക് ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തനം അവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോഴും അവിടെ ചെറിയ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും സന്നദ്ധ സംഘങ്ങളും ഒക്കെ ആ ഒരു വീട് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അവിടെ ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നതിന് വേണ്ടിയായിരിക്കും, അല്ലെ? അങ്ങനെ അതായത് ഈ ചില ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന വീടുകളിൽ ഇത്ര പേരുണ്ട്, അവരെ കാണാനില്ല എന്ന്. സ്വാഭാവികമായിട്ടും അവരവിടെ പുലർച്ചെയാണ്, അവരവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അവിടെ അടിയിൽപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരം വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ പോലും ഇത് അത്തരത്തിൽ ഇത്രയധികം മണ്ണ് വന്ന് നിറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പെട്ടെന്ന് കണ്ടെടുക്കുക ബുദ്ധിമുട്ടാണ്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു നിലയ്ക്ക് മുകളിലൊക്കെയാണ് മണ്ണ് പലയിടത്തും വന്ന് കിടക്കുന്നത്. നമുക്ക് സങ്കല്പിക്കാനൊക്കെ ആകുന്നതിന്റെ അപ്പുറം ഒരു ദുരന്ത കാഴ്ച, അല്ലെ? അപ്പോൾ ഇത് എങ്ങനെ അതിനടിയിലുള്ളവരെ കണ്ടെത്തും? ഇങ്ങനെ മാത്രം നോക്കിയാൽ കാണില്ല. അതിനടിയിലേക്ക് കൂടുതൽ പോകണം, കൂടുതൽ മണ്ണ് മാറ്റി പരിശോധന വരണം. കൂടുതൽ ഇപ്പോൾ JCBകളും കൂടുതൽ ഈ മണ്ണ് മാന്തികളൊക്കെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അത് അങ്ങനെ കൂടുതൽ എത്തുന്നുണ്ട്. ഇനി ആ പാലത്തിന്റെ പണി കൂടി കഴിഞ്ഞാൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ കൂടുതൽ സംവിധാനങ്ങൾക്കും ഇവിടെ എത്താൻ കഴിയും, കൂടുതൽ ട്രക്കുകൾക്ക് ഇവിടെ എത്താൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലൂടെയും പോകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളുള്ള ട്രക്കുകളൊക്കെ വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തുക ഒക്കെ കഴിയും. ഏകദേശം അത് എനിക്ക് തോന്നുന്നു ഇന്നൊരു ഉച്ച വരെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയം കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സൈന്യം പറയുന്നത് ഒരു ഉച്ചയോടുകൂടി തന്നെ അതിന്റെ പണി പൂർണ്ണമായും പൂർത്തിയാകും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കോട ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ദൂരക്കാഴ്ചകൾ ലഭിക്കുന്നേയില്ല. അത്തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് ആണുള്ളത്. മഴ ഏത് സമയത്തും പെയ്യാവുന്ന ഒരു അവസ്ഥ. അങ്ങനെ വളരെ ദുഷ്കരമായൊരു ദൗത്യമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം പ്രകൃതി ഒരു ഭാഗത്തെ മുഴുവൻ തുടച്ചെടുത്തു എന്ന് തന്നെ പറയുന്ന രീതിയിൽ ടൺ കണക്കിന് മണ്ണ് ഓരോ സ്ഥലത്തും വീഴുന്നു. ഒരു സ്ഥലത്ത് ഞാൻ വരുന്ന വഴിക്ക് ഒരു വലിയ മലയുടെ അത്രയും അധികം മണ്ണ് അടിയുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത്രമാത്രം അവിടെ നിന്നൊരാളോട് രക്ഷാപ്രവർത്തകരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടെ ആൾ പറഞ്ഞത് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞ വിവരം അനുസരിച്ച് ഇവിടെ ഏകദേശം ഒരു 40-ലധികം അല്ലെങ്കിൽ 60-നടുത്ത് വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരപ്പോഴും അവിടെ നോക്കുന്നതെന്നാണ്. അപ്പോൾ അത്രയധികം സ്ഥലങ്ങൾ, അത്രയും വലിയൊരു സ്ഥലത്തെ മുഴുവനായും തുടച്ചു നീക്കി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് വളരെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്ന് വരുന്നത്. മാത്രവുമല്ല ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ സുരക്ഷ കൂടി ഒരു വലിയ ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഏറ്റവും അപകടം നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നിലവിലും ഇവിടെ അപകടം മാറിയിട്ട് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായും. കാരണം വെച്ചാൽ ഇപ്പോഴും ആ കാലാവസ്ഥ അങ്ങനെ തുടരുന്നു. മഴയുണ്ട്, നല്ല കോടയുണ്ട്, ഒരു
പടലം അല്ലെങ്കിൽ അത്തരത്തിൽ നിറഞ്ഞൊരു അന്തരീക്ഷം പോലെയാണ് നമുക്ക് തോന്നുന്നത്. റെഡ് അലർട്ട് കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വയനാട്ടിൽ. അപ്പോൾ മഴയും ശക്തമായിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ മഴ വരികയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് അത് വലിയ തടസ്സം തന്നെ സൃഷ്ടിക്കും. കാരണം ഇതിലൂടെയൊന്നും ഈ മണ്ണിലൂടെയും ചെളിയിലൂടെയും ഒന്നും ആളുകൾക്കോ അല്ലെങ്കിൽ യന്ത്രങ്ങൾക്കോ ഒന്നും നീങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. അല്ലെ, JCB ആ പള്ളിയുടെ ആ ഭാഗം വരെയാണ് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞുള്ളത്. ഇനിയും ഈ ഭാഗത്തേക്ക് ഒരു പക്ഷേ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ രാഗിലേക്കും ഗോകുലിലേക്കും ഞാൻ തിരികെ വരാം.